ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമുക്കൊരു അൽഫാം ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ചിക്കൻ എടുക്കുക, അത് നന്നായിട്ട് വരയിട്ട് കൊടുക്കുക. സ്കിന്നുള്ള ചിക്കൻ ആണെങ്കിൽ ഒന്നും കൂടി നല്ലത്. ഇനി ചിക്കനെ നമുക്കൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിനു വേണ്ടി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/4 കപ്പ് സുർക്ക, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പും ഈ ചിക്കൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ആവശ്യമായിട്ട് വെള്ളവും ഒഴിച്ച് അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് ഒരു 3-4 മണിക്കൂർ എന്തായാലും ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിലും കൂടുതൽ സമയം വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് അതിലേക്ക് അതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് 3-4 മണി കഴിഞ്ഞ് ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഊറ്റിപ്പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ഒരു മിക്സീൻ്റെ ജാറെടുത്ത് ഒരു പിടി മല്ലിച്ചപ്പ്, കുറച്ച് പുതിന, ഒരു തക്കാളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു സവാള, അര ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയല്ല, കുരുമുളകാണ് വേണ്ടത്. ഇനി അതിലേക്ക് 5-6 പച്ചമുളക്, നമ്മൾ എരിവിന് ആവശ്യത്തിന് അനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളകുടെ എണ്ണം മാറ്റുകയൊക്കെ ചെയ്യാം. ഇനി 2 ടേബിൾ സ്പൂൺ തൈര്, അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 2 ടേബിൾ സ്പൂൺ സുർക്ക അല്ലെങ്കിൽ നാരങ്ങാനീര് ഒഴിച്ച് ഇത് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ നന്നായി അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ ഊറ്റി വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കനിലെ എല്ലാ ഭാഗത്തും ഈ മസാല എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി നമുക്കൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. രാത്രി ചെയ്തിട്ട് രാവിലെ ചെയ്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നൈറ്റിലേക്കാണെങ്കിൽ രാവിലെ ഇത് ചെയ്ത് വെക്കാം. അധിക സമയം വെക്കുന്തോറും ഇതിൻ്റെ മസാലയൊക്കെ ഇറങ്ങി ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഞാനിപ്പോൾ ഇതൊരു 3 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. ഞാനിത് എയർ ഫ്രയറിലാണ് കേട്ടോ ഗ്രിൽ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എയർ ഫ്രയറിൻ്റെ താഴെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമൊക്കെ അതിലേക്ക് വീണോളും. ഇനി ഇതുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു 180 ഡിഗ്രിയിൽ ഒരു 21 മിനിറ്റാണ് അവർ പറയുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അത് അവിടെ കിടന്ന് ഒന്ന് വേവട്ടെ. നമുക്കിത് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് അതിലേക്ക് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കുക്കിംഗ് ഓയിലാണോ അത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി അത് ഒന്ന് വേവാൻ വേണ്ടി വെച്ചിട്ട് ഇടയ്ക്കൊന്നെടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ നമുക്കിപ്പോൾ വെന്തില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മാറ്റിയൊക്കെ കൊടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ചിക്കനിക്ക് ഒരു സ്മോക്കി ഫ്ലേവറും സ്മെല്ലൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒരു സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ അങ്ങ് ചുരുട്ടിയിട്ട് അതിലേക്ക് ഒരു കനൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ ഒരു പുക വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക. അപ്പോൾ ഈ ചിക്കനും നമ്മൾ കനലിലൊക്കെ ചുട്ടെടുക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക, അതേ സ്മെല്ലും ഉണ്ടാവും.
അപ്പോൾ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അൽഫാമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി.